എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. മാള ഹോളിഡേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ആന്റി റാഗിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ സീനിയർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണം നൽകുന്നതിനായി അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. മാള പോലീസ് ASIയും പബ്ലിക് റിലേഷൻ ഓഫീസറുമായ രാജീവ് നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ AS ചന്ദ്രകാന്ത, സ്റ്റുഡൻസ് വൈസ് ചെയർപേഴ്സൺ അലീന ഷാജു എന്നിവർ സംസാരിച്ചു. ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്ററും അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തലവനുമായ K. ജിബിൻ പ്രസാദ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ഈ കൽപ്രതിമയെ പോലെ. അടുത്ത അദ്ദേഹം എടുത്ത സമയത്ത് മണ്ണുകൊണ്ടുള്ള പ്രതിമ, ആ പ്രതിമ അലിഞ്ഞു തീരാറായിട്ടുണ്ടായിരുന്നു. അതേസമയം ആ മണ്ണിന്റെ പ്രതിമയിലുണ്ടായിരുന്ന മണ്ണ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു കയറണമായിരുന്നു. അപ്പൊ ശുദ്ധമായി വരുന്ന വെള്ളം ചെളിവെള്ളമായി മാറി. അതിനുശേഷം അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ആലോചിച്ചറിയുന്ന കാര്യം, ഞാൻ വലിയ തത്വങ്ങളൊന്നല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ചില ആൾക്കാർ ഇങ്ങനെയാണ്, എവിടെയാണോ നമ്മൾ ചെല്ലുന്നത് നമ്മളിലുള്ള എന്തെങ്കിലും തിന്മകളോ നെഗറ്റീവ്സ് അത് മുഴുവൻ അവർക്ക് കൊടുക്കും. ആ വെള്ളത്തിലേക്ക് അവരുടെ നെഗറ്റീവ്സ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഇവര് ആ പോവാറാവുമ്പോഴേക്കും അവരില്ലാതാവുമ്പോഴേക്കും അവരുണ്ടായിരുന്ന പ്രദേശം മുഴുവൻ ആ രീതിയിലാക്കി ചെളിവെള്ളം പോലെയാക്കി കിട്ടും. അങ്ങനെയാണ് ചില ആൾക്കാർ. ഇനി മൂന്നാമത് പഞ്ഞിയോണ്ടുണ്ടാക്കിയ പ്രതിമ എടുത്ത സമയത്ത് ആ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ പഞ്ഞി പ്രതിമ വെള്ളം മുഴുവൻ കുടിച്ചു പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ അങ്ങനെയുമാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവർ അവിടുത്തെ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും വലിച്ചെടുത്ത് അവർ കടിച്ചു വീഴ്ത്തുകയും അവിടെ പോയിരുന്ന പശ്ചാത്തലത്തിൽ ഒന്നും ഉണ്ടാവില്ല. ആ പ്രതിമ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വെള്ളം ഒരു തുള്ളി പോലെ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നാലാമത്തെ പ്രതിമ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ആ നാലാമത്തെ പ്രതിമ പൂർണ്ണമായിട്ടും അതിന് അലിയില്ലാതായിട്ടുണ്ടായിരുന്നു. അതേസമയം ആ വെള്ളം പരിശോധിച്ചപ്പോൾ ആ കൽക്കണ്ട മുഴുവൻ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. നമ്മളിലുള്ള നന്മ നമ്മളില്ലാതായാലും നമ്മളിലുള്ള മാധുര്യം ആ നമ്മൾ ഇടപെടുന്നതിലേക്കും നമ്മൾ പെരുമാറുന്ന ഇടത്തിലേക്കും പകർന്നു നൽകാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഇതിൽ ആരാവണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇതിൽ നല്ല ആൾക്കാർ ആരാവണം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാനീ കഥ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം.